ഇന്ന് നമ്മൾ കടകടയ്ക്കാണ് ഉണ്ടാക്കാൻ വന്നത്. ചുവന്നുള്ളി 8 എടുത്തിട്ടുണ്ട്, പിന്നെ ജീരകം 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, പിന്നെ തേങ്ങ ചിരകിയത് 3 ടീസ്പൂണ്, പിന്നെ ഉപ്പ് എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 250 ഗ്രാം അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് ഒരുവിധം അരച്ചെടുക്കാം. നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടകടയ്ക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മളിവിടെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അരിപ്പൊടി നമ്മൾ 250 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. മൊത്തത്തിൽ നമുക്ക് അരിപ്പൊടിയൊക്കെ ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കാം, നല്ലപോലെ കുഴച്ചെടുക്കാം. ഗൈസ്, നമ്മളിവിടെ അരപ്പ് ചേർത്താണ് കുഴച്ചെടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ പച്ച അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അരിപ്പൊടി വറക്കുകയൊന്നും ചെയ്യേണ്ട, പച്ച അരിപ്പൊടി വെച്ച് തന്നെയാണ് നമ്മളിവിടെ കടകടയ്ക്ക റെഡിയാക്കി എടുക്കുന്നത്. അതായി ഉരുട്ടിയെടുക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അരപ്പൊന്നും ചൂടാക്കിയിട്ടൊന്നുമില്ല. അരപ്പ് അത് മിക്സിയിലിട്ട് അതുപോലെ തന്നെ പച്ചയ്ക്ക് അരച്ചിട്ട് ഇതിലോട്ട് ചേർത്താണ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നമ്മൾ ഇത്രയും എണ്ണ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. കടകടയ്ക്കൊണ്ട് ബോളുകളെല്ലാം നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണയൊക്കെ നല്ലപോലെ ചൂടായതുകൊണ്ട് ഉരുട്ടി വെച്ച കടകടയ്ക്ക നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കടകടയ്ക്കൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ മുഴുവൻ കടകടയ്ക്ക് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ കടകടയ്ക്കെല്ലാം ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. കടകടയ്ക്കൊക്കെ നല്ലപോലെ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തിലാണ് കടകടയ്ക്ക് വരേണ്ടത്. കടകടയ്ക്ക് അത്യാവശ്യം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെറമയിലോട്ട് മാറ്റാം. അതുപോലെ തന്നെ ബാക്കിയുള്ള കടകടയ്ക്ക് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ബാക്കിയുള്ള കടകടയ്ക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ കടകടയ്ക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്.